ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ചെയ്യാത്ത ഒരാളാണ്. വികാസേട്ടൻ തന്നെ മതി. ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു വികാസ് ഒരുക്കുക എന്നുള്ളത്. അതിനെല്ലാം ഒരുക്കി എന്നാ പൊളിയാക്കി. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. ഇന്ന് എന്റെ ബ്രൈഡ് ഡോക്ടർ അക്ഷന്തയാണ്. അക്ഷന്ത കരുനാഗപ്പള്ളിക്കാരി തന്നെയാണ് അല്ലേ? ഹായ് അക്ഷന്ത, എന്താണ് വിശേഷം? ഓണമൊക്കെ ആണല്ലേ, കല്യാണമാണ് എല്ലാം കൂടെ. ഓക്കെ അക്ഷന്ത, ഞാൻ ഇപ്പൊ സാധാരണ എല്ലാവരും മേക്കപ്പ് വീഡിയോ കാണുമ്പോ മേക്കപ്പ് ലുക്ക് അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒരു വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത്. ബട്ട് എനിക്ക് ഒത്തിരി പേരുടെ ചോദിക്കാനുണ്ട്, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ്? ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ മേക്കപ്പിനെ കുറിച്ച്. എന്താണ് നിങ്ങളുടെയൊക്കെ കോൺസെപ്റ്റ്? അക്ഷിതയുടെ കോൺസെപ്റ്റ് എന്താ? മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ എൻ്റെ സ്കിൻ കളർ തന്നെ ആയിരിക്കണം മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫൈനൽ ലുക്കും. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴായിട്ട് എടുത്തതാണ്. അപ്പം അത് കറക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വികാസേട്ടൻ്റെ അറേഞ്ച്മെന്റ് കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ എന്ന് പറയുമ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റേതായ ഐഡിയാസിൽ ഞാൻ ഓരോന്ന് കൊണ്ടുവരാൻ നോക്കി. സാരി ഡ്രേപ്പിങ്ങിലായാലും എനിക്കിപ്പം കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള പ്ലീറ്റ്സ് ഒക്കെ ഫ്രണ്ടിൽ വേണം. ഒരു ഫൈനൽ ലുക്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി, ഒരു ടച്ച് വരണമെന്നൊക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. കാരണം രാവിലെയാണ് മുഹൂർത്തം, ഉച്ചവരെ അത് നിൽക്കണം. അതാണ് ഏറ്റവും വലിയ കോൺസെപ്റ്റ്. ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. അല്ല, അതുകൊണ്ടിട്ടല്ല, എനിക്ക് അറിയത്തില്ല മേക്കപ്പിനെ കുറിച്ച് കൂടുതലായിട്ട്. ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് സക്സസ് ആയിട്ടില്ല. ഇപ്പൊ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പം, വികാസേട്ടൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എന്നെ എല്ലാവരും ബ്രൈഡ്സ് അവരുടെ അമ്മമാരുടെയൊക്കെ റിയാക്ഷൻ കണ്ടപ്പോൾ, ഓ അങ്ങനെയും മേക്കപ്പ് ചെയ്ത് ഇത്ര കിടിലൻ ലുക്കാവും, അത്ര ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും എന്നൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നത് അപ്പോഴാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ വികാസേട്ടൻ തന്നെ മതി എന്ന്. അക്ഷിത, ഫസ്റ്റ് മോള് പറഞ്ഞത് തന്നെ സ്കിൻ ടോൺ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും സ്കിൻ ടോൺ മേക്കപ്പ് ചെയ്യുന്ന ഇത് തന്നെയാണ്. കാര്യം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ടൈപ്പ് ആൾക്കാരെ നമുക്ക് കാണാം. ഇപ്പം ഇവിടെ നിന്ന് ഇപ്പൊ ആൾക്കാരും ഏറ്റവും കൂടുതലും കാണുന്നത് റീൽസിൽ ആണ് കാണുന്നത്. അപ്പൊ റീലിന് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ ടോൺ കറക്റ്റ് ആണ്. പക്ഷെ റീല് മാത്രം കണ്ടിട്ടാണ് പലരും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നത്. അത് ഭയങ്കര റോങ് ഡെസിഷനാണ്. ആക്ച്വലി നമ്മള് ലൈവിലി കാണണം. അതും സ്റ്റേജിന്റെ തൊട്ടടുത്ത് നിന്ന് കാണുന്നവരുണ്ട്, സ്റ്റേജിന്റെ ദൂരെ നിന്ന് കാണുന്നവരുണ്ട്, പുറത്തു നിന്ന് കാണുന്നവരുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരുടെ കാഴ്ചയിലും നമ്മളുടെ സ്കിൻ ടോൺ കറക്റ്റ് തന്നെ ആയിരിക്കണം. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കി തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് മോള് പറഞ്ഞ പോലെ ജ്വല്ലറി. പലരും ജ്വല്ലറി സെലക്ട് ചെയ്യുന്നത് പല ടൈമിനായിരിക്കും. അപ്പൊ അത് കറക്റ്റ് വെച്ച് നോക്കില്ല. അപ്പം ഇപ്പൊ മോളുടെ തന്നെ 3 മാല ഒരേ സൈസാണ്. അപ്പൊ ആ ജ്വല്ലറി സെറ്റിംഗ് ഞാൻ ചെയ്യുമ്പോൾ ഞാനത് പ്രോപ്പർലി ചെയ്യണം. അത് നമുക്കിന്ന് കാണാം ചെയ്ത് കഴിഞ്ഞിട്ട്. അടുത്തത് നമ്മൾ പറഞ്ഞത് സാരി തന്നെയാണ്. സാരി ഓരോരുത്തർക്കും പല പല ഹൈറ്റ് ഉള്ള കുട്ടികളാണ്. അപ്പൊ സാരിക്ക് എല്ലാത്തിനും ഓൾമോസ്റ്റ് മെഷർമെന്റ്സ് സെയിം തന്നെയാണ്. അപ്പൊ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്കുമായിട്ട് തന്നെ നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓഫ് കോഴ്സ് ലോങ് ലാസ്റ്റിംഗ് ഓഫ് ദ മേക്കപ്പ്. ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന മേക്കപ്പിന്റെ ക്വാളിറ്റി. അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും എനിക്ക് അത്രയും 100% എന്റെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആകും എന്ന് ഉറപ്പുള്ള പ്രോഡക്ട്സ് തന്നെയാണ്. അത് ഞാൻ ഭയങ്കര ഇപ്പൊ വേൾഡിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോഡക്ട്സ് ഞാൻ എന്റെ ബ്രൈഡ്സിനായിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് എനിക്ക് മോക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി. നമുക്ക് പോയാലോ? എൻഗേജ്മെന്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് മേക്കപ്പ് ഇല്ല, അതുകൊണ്ടൊരു അറിയില്ലല്ലോ. മെയിൻ മേക്കപ്പ് അതെനിക്ക് ഇവിടെ ഡബിൾ ചിഹ്നമുണ്ട്. അതിപ്പോ ഇന്ന് കട്ട് ചെയ്യാം.
അതും കട്ട് ചെയ്യാൻ പറ്റും. ഇഷ്ടമായോ? ഇവിടെ കല്യാണം ചെയ്തിട്ടുണ്ട് കേട്ടാ. 4-5 കല്യാണം ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഇഷ്ടം എന്നോട് പറയാൻ പറഞ്ഞു കേട്ടോ. അമ്മയുടെ ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രീധരിയെ ചേച്ചി കല്യാണം നടത്തണമെന്ന ഇഷ്ടമാണ്. നല്ല അഭിപ്രായം. അടുത്തത് പറഞ്ഞ് എനിക്കൊരാഗ്രഹമുള്ളത് വികാസേട്ടനെ വിളിക്കണം എന്നുള്ളത്. അപ്പോഴേ അങ്ങ് വിളിച്ച്. കല്യാണത്തിന് രാവിലെ അവര് പോയി മറ്റേ ജാതകമൊക്കെ നോക്കി കോളേജിൽ നിന്നിട്ടാ വിളിച്ചേ. മിടുക്കി. എങ്ങനെയുണ്ട് മോള്? കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോഴത്തേക്ക് വികാസേട്ടനെ കൊണ്ട് മേക്കപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പം കല്യാണത്തിനോ പറ്റിയില്ല. ഇപ്പോൾ അനീതിയുടെ കല്യാണം വന്നപ്പോൾ അതങ്ങ് സഫലമാക്കി. സന്തോഷമുണ്ട്. സന്തോഷം. ഇഷ്ടമായി. ഫസ്റ്റ് ലുക്ക് കാണിക്കാനാണ്. ജെന്യുവൻ എക്സ്പ്രഷൻ ആണ്. തിരിയട്ടെ. കല്യാണം കഴിക്കാത്തവരാരൊക്കെയാണ്? അമ്മയൊക്കെ കണ്ടപ്പോ അമ്മ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു റിയാക്ഷൻ കിട്ടുന്നില്ല. എവിടെയുള്ളവരാ നിങ്ങളൊക്കെ? കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ. എൻ്റെ മോളുടെ കല്യാണം ഉറച്ചപ്പോൾ തന്നെ അവളൊരു കാര്യമേ പറഞ്ഞുള്ളായിരുന്നു. അമ്മേ, എനിക്ക് വികാസ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടീഷ്യനുണ്ട്, എനിക്കത് തന്നെ വേണമെന്ന്. അവൾ ഡേറ്റ് എടുത്ത് ആ സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരനെ ആരെങ്കിലും റാഞ്ചിക്കൊണ്ട് പോകുമെന്നും പറഞ്ഞ് അപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അവളുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു വികാസ് ഒരുക്കുക എന്നുള്ളത്. അതിനെല്ലാം ഒരുക്കി എന്നാൽ പൊളിയാക്കി. ഞാനൊരുപാട് കാണാറുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ, ഒരു വരുന്ന പോലെ അല്ലല്ലോ,
ഓരോരുത്തർ എത്ര വെറൈറ്റി ആയിട്ട് വരാമെന്ന് വെച്ചാൽ ഒത്തിരി പേരുടെ കണ്ടിട്ടുണ്ട്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോലും ഇരുന്ന് ഞെട്ടിയിരുന്ന അതൊക്കെ കാണാറുണ്ട്, വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മള് ഓർണമെന്റ് സെറ്റിങ്സ് നമ്മൾ പറഞ്ഞത് കണക്ക് തന്നെ പ്രോപ്പർലി ഉള്ള ഓർണമെന്റ് സെറ്റിങ്സ് ഇവിടെ ചെയ്തു. സ്കിന്ന് നിങ്ങൾക്ക് കാണാം നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. അത് സ്കിൻ കളർ തന്നെ നമ്മൾ ഇവിടെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ദെൻ നമ്മൾ പറഞ്ഞ സാരി ഡ്രേപ്പിംഗ് നമ്മൾ 2 ടൈപ്പും അവൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു. വിച്ച് വൺ വാസ് പെർഫെക്റ്റ്, അതിലൂടെ നമ്മൾ പോകുന്നു. ഇഷ്ടായോ? പിന്നെ ഇതിന്റെ ലാസ്റ്റിംഗ് ഇപ്പൊ പോള് പുറത്ത് പോയിട്ട് വന്നിട്ടും എല്ലാ ഷൂട്ട് കഴിച്ചു വന്നിട്ടും നമുക്ക് മേക്കപ്പിനൊന്നും പറ്റിയിട്ടില്ല. സോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലാസ്റ്റിങ്ങിനെ കുറിച്ച്. താങ്ക് യു. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു.